ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഒത്തിരി നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതെന്തായാലും ഇടാമെന്ന് കരുതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു മഷ്റൂം റെസിപ്പിയാണ് കേട്ടോ. ഈ ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള സൈഡ് ഡിഷ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ടെൻഷനുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ അതിന് പറ്റിയൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇതേ മഷ്റൂം വെച്ചിട്ടുള്ളതാണ്, ചിക്കൻ കറി പോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമുക്കിവിടെ കിട്ടുന്നത് ഈ ബട്ടൺ മഷ്റൂമാണ്. ഇത് നമുക്ക് ഈ ഒരു മഷ്റൂം മാത്രമേ ഞാനിവിടെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതൊരു പാക്കറ്റിൽ ഏകദേശം എനിക്കൊന്ന് 200 ഗ്രാം ആണോ ഇത് 400 ഗ്രാം ആണോ എനിക്ക് കൃത്യമായ അളവറിയില്ല. പാക്കറ്റാണ് കേട്ടോ എപ്പോഴും വരുന്നത് ഒരു ബോക്സിനകത്ത്. അപ്പോൾ ഇങ്ങനെയാണ്, നിറയെ ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി ഒരു 2 ദിവസമായി കൊണ്ടുവച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു വാട്ടവും കൂടി ഉണ്ട്. അപ്പം ഇന്നിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുറച്ചെങ്കിലും വൃത്തിയുണ്ട്, ചില സമയത്ത് നന്നായി ചളി പിടിച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ തൊലി ഇതിങ്ങനെ പറിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ വൃത്തിയാക്കി എടുക്കുക. ഇല്ലെങ്കിൽ നല്ല ചെളി കാണും കേട്ടോ അതിന്. അപ്പോൾ അതേ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പം നൈസല്ല, ഒത്തിരി അങ്ങ് നൈസാക്കില്ല, കാരണം മഷ്റൂം അല്ലേ പെട്ടെന്ന് അങ്ങ് ഇതായിപ്പോവും. അപ്പം കുറച്ചൊരു തിക്നെസ്, അതായത് കണ്ടോ ഈ ഒരു തിക്നെസ്സിൽ അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. സവാള ഏറ്റവും ഫൈനായിട്ട്, എത്രത്തോളം ഫൈനാക്കാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചോപ്പറിലിട്ടിട്ട് ഏറ്റവും ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവാളയാണ് ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സവാള 3 വലുത് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കടുകോ ജീരകമോ ഒന്നും വേണ്ട. ചില ആൾക്കാർ ജീരകം ഇടാറുണ്ട്, ഞാനിടാറില്ല. അപ്പം നേരിട്ട് നമ്മുടെ എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ടേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. സവാളയിനകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. ഒരു 1-2 പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1-2 എണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് ലൈറ്റ് കളറായി മാറി കിട്ടണം കേട്ടോ. ആ സമയം കൊണ്ട് ഇതേ നമുക്ക് മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ജീരകപ്പൊടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികളാണ്. ഇതൊക്കെ നമുക്ക് ഏകദേശം നമ്മുടെ ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളി അത്യാവശ്യം കളർ മാറിയിട്ടുണ്ട്. ഇത്രത്തോളമെങ്കിലും ആവണം കേട്ടോ. ഇതിലും കുറച്ചും കൂടി ആയാലും നല്ലത് തന്നെയാണ്. അപ്പം അപ്പോഴാണ് ഈ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും കിട്ടും, നമുക്ക് ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പൊടികളൊക്കെ ഞാൻ ചൂടാക്കി വെച്ച പൊടി തന്നെയാണ് കേട്ടോ. അപ്പം ജസ്റ്റ് അതൊന്ന് മീൻസ് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ടേക്ക് ഉണ്ടല്ലോ വലിയ 2 തക്കാളിയാണ് കേട്ടോ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കന്നെ അങ്ങനെ തക്കാളി അരിഞ്ഞിട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ആ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അത് പച്ചക്കന്നെ അടിച്ചതല്ലേ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയാണ് ഇതിൻ്റെ ഗ്രേവി എന്ന് പറയണത്. അപ്പോൾ നമുക്കിതേ അതിനകത്തോട്ടേക്ക് കുറച്ച് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ടേക്ക് തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം. ഈ മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കേണ്ടത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മഷ്റൂം വേവണം. പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ ഇതിന് എത്ര ഗ്രേവി വേണോ അതിന് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങൾക്ക് ചപ്പാത്തിയും കുട്ടികൾക്ക് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പൂരി മോളുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി നേരം മൂടി വെച്ച് വേവുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. മഷ്റൂം ഒരുപാട് വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ മഷ്റൂം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവി എത്രത്തോളം കുറുകണം അതിനനുസരിച്ച് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി മല്ലിയില വേണ്ടാന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ കറി പോലെ ഉണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. അടിപൊളി ടേസ്റ്റുള്ളൊരു മഷ്റൂം കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചപ്പാത്തിക്കും നമ്മുടെ പൂരിക്കും അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കറി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് തന്നെ പറയണേ. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.